ഇടയ്ക്ക് മാത്രം ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് എത്തി നോക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വപ്നാടനം തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് സ്നേഹവാത്സല്യങ്ങൾ നുകരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി തപസ്സനുഷ്ഠിച്ചെങ്കിലും മറ്റൊരു ധ്രുവനാകാനും എനിക്ക് കഴിഞ്ഞില്ല. ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ അച്ഛനെ ആദ്യമായി കാണുന്നത് എൻ്റെ 11-12 വയസ്സിലാണ്. അമ്മയുടെ 3ാമത്തെ പ്രസവത്തിന് മുത്തശ്ശിയെ കൂട്ടി വരാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ വരുന്നത് അമ്മ പ്രസവിച്ച് കുട്ടി മരിച്ച് 8 വർഷം കഴിഞ്ഞതിന് ശേഷം. ഒരു സന്ധ്യാനേരം ഞാൻ ആ രംഗം ഓർക്കുന്നു. ഒരു സന്ധ്യാനേരം ഞാൻ മുത്തച്ഛൻ്റെ മടിയിലിരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. മുത്തച്ഛൻ നാരായണീയത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലുന്നു. പെട്ടെന്ന് വടക്കിനിയിൽ ഒരു ബഹളം. മുത്തശ്ശി തൂണിന് മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിരാമൻ വന്നിട്ടുണ്ട്, പടി കയറുന്നില്ല. മുത്തച്ഛൻ ഉത്തരമൊന്നും പറയാതെ, ഞങ്ങളുടെ ഭാഗത്ത് വലിയച്ഛൻ എന്നാ പറയാം, മുത്തച്ഛൻ നല്ല വലിയച്ഛൻ എന്നാണ് പറയാം, ശ്ലോകം ചൊല്ലൽ തുടർന്നു. മുത്തശ്ശി തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും തൊണ്ടയനക്കിക്കൊണ്ട് പറഞ്ഞു, അവൻ പടി കയറുന്നില്ല, അവനോട് കുളിച്ചു വല്ലതും കഴിക്കാൻ പറ. കേൾക്കേണ്ട താമസം അച്ഛൻ പടികൾ കയറി. മുത്തച്ഛൻ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. സംസ്കൃതത്തിൽ 1-2 ശ്ലോകങ്ങൾ ചൊല്ലി കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ പുനഃസമാഗമത്തിൻ്റെ വർണ്ണനയാണ് പിന്നീട് പിറന്ന മണ്ണിൽ എന്ന കവിതയായി വന്നത്. ശശിബിംബം കണക്കിറയത്ത് ചൂരൽ കസാരയിൽ ചാരിക്കിടക്കയാണച്ഛൻ, തിരുമിഴി 2 വടത്ത് യോഗാംഗമുറയിൽ ധ്യാനത്തിലിരിക്കയാണമ്മ എന്നൊക്കെ പറഞ്ഞ വലിയൊരു നീണ്ട കവിതയാണ്. ഉലകിലേതുള്ളൂ പിതൃദയാനീരിൽ അരിഞ്ഞു ചേരാത്ത സുധാപരാധങ്ങൾ. കുറച്ച് സമയം അച്ഛൻ തൂണിന് മറവിൽ നിന്ന് ലാൽട്ടൻ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ അച്ഛനെ സൂക്ഷിച്ചു നോക്കി. ചീകി വെക്കാത്ത ചപ്ര തലമുടി, കതറുമുണ്ട്, മുട്ടോളം ഇറങ്ങി നിൽക്കുന്ന 2 വശത്തും തൂങ്ങിക്കിടക്കുന്ന കതർ ജുബ്ബ, ഷേവ് ചെയ്യാത്ത കുറ്റിരോഗങ്ങളുള്ള മുഖം. ഞാൻ വളരെ ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ അച്ഛനെ അനുഗമിച്ചു. അമ്മ മറന്നു നിന്ന് കരച്ചിൽ തന്നെ. ഞങ്ങൾക്ക് അച്ഛനെയും ഞങ്ങളെയും പരിചയപ്പെടുത്തി ചെറുപ്പത്തിൽ പോയതാണ്. എന്നെ വാരി പുണരാൻ അച്ഛൻ വന്നില്ല. ഞാൻ ചേർന്ന് നിൽക്കാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയതുമില്ല. നാളെ കാണുന്നവരോടൊക്കെ എനിക്ക് പറയാം, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. സാറന്മാരോട് പറയാം, കൂട്ടുകാരോട് പറയാം. വളരെ താത്പര്യപൂർവ്വം എന്നോട് അന്വേഷിച്ചവരോടും പരിഹാസപൂർവ്വം എന്നെ കളിയാക്കുന്നവരോടും സന്തോഷത്തോടെ അഭിമാനത്തോടെ എനിക്ക് പറയാം, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ഒരുപാട് മിഠായികൾ കൊണ്ടുവന്നു. നേരം വെളുത്തപ്പോൾ മുതൽ വീട്ടിൽ തിരക്കായിരുന്നു. ബന്ധുക്കളുടെ, അയൽക്കാരുടെ, നാട്ടുകാരുടെ എല്ലാം. എഴുത്തച്ഛൻ്റെ മൂത്ത മകൻ കുഞ്ഞിരാമൻ കവി. പത്രങ്ങളിലും ആഴ്ചപ്പതിപ്പുകളിലും മറ്റും കവിതകൾ എഴുതുന്ന ആൾ വന്നിട്ടുണ്ട്. പുതുതായി കാണാൻ വന്നവർ, മുൻപ് കണ്ട് പരിചയമുള്ളവർ, പരിചയം പുതുക്കാൻ വന്നവർ, വളരെ അടുത്ത ബന്ധുക്കൾ, സ്വന്തം തറവാട്ടിൽ നിന്ന്, അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് എല്ലാം കാണാൻ വന്നു. വീട്ടിൽ തിരക്കാണ്. പലതും തിരക്കി. വരുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഉടുപ്പുകൾ എത്ര വീതം, കളിക്കോപ്പുകൾ എന്തൊക്കെയാണ്? ഞാൻ ആരോടും പറഞ്ഞില്ല. അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ഉടുപ്പുകളൊന്നുമല്ല, 2 ചാക്കുകൾ നിറയെ പുസ്തകങ്ങളാണ്. അങ്ങനെ വന്നൊരുപാട് അങ്ങനെ പോകുന്നുണ്ട്. സന്ധ്യയായാൽ അച്ഛൻ സ്വന്തം കൃതികൾ മുത്തച്ഛനെ ചൊല്ലി കേൾപ്പിക്കും. താമരമാല, അനന്തങ്കാട്, ഭദ്രദീപം, ശ്രീരാമചരിതം തുടങ്ങിയ മറ്റ് സംസാരങ്ങളും വ്യവഹാരങ്ങളും ഒഴിവാക്കി മുത്തച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കും. ഞാൻ മുത്തച്ഛന് കൈകാലൊഴിഞ്ഞു കൊടുക്കുകയോ വീശി കൊടുക്കുകയോ ചെയ്യുന്നുണ്ടാകും. 1948 കാലമാണ്. പടിഞ്ഞാറ് പൂമുഖത്ത് ലാൽട്ടൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ തൂണിൻ്റെ മറവിൽ അച്ഛൻ മണിക്കൂറുകളോളം നീട്ടി ചൊല്ലും.
പകൽ സമയത്ത് വല്ലതും എഴുതാൻ തൊട്ടടുത്ത മഠത്തിൽ പോകും. അങ്ങനെയാണ്. ജീവിതകാലം മുഴുവനും കവിതയ്ക്ക് വേണ്ടി വ്രതം നോറ്റ് ഉപാസന നടത്തി സദാഗതിയായ കാറ്റിനെ പോലെ അലഞ്ഞു നടന്ന കവി. ഈ കവിതകൾ ഗഹനവും സൂക്ഷ്മവുമായ പഠനങ്ങൾക്കും പുനർവായനയ്ക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സഹൃദയ ലോകം എന്തെല്ലാം ബഹുമതികളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വാക്കുകളുടെ മഹാബലി, മേഘരൂപൻ, മധുമക്ഷിക, കേരള ടാഗോർ, വെളിച്ചം നൽകുന്ന കവി, മറ്റൊരു വേർഡ്സ്വർത്ത്, അങ്ങനെ എന്തെല്ലാം. ആർത്തിരമ്പി കുതിക്കുന്ന ആകാശഗംഗ പോലൊരു ഭാവന. അതിരും എതിരുമില്ലാത്ത നിയന്ത്രണത്തിന് അതീതമായ ബിംബാവലികൾ, നിറചിന്നി പതഞ്ഞു പായുന്ന കൽപ്പനാപ്രസരം, ബിംബാവലികളുടെ ഒടുങ്ങാത്ത ഘോഷയാത്ര. മലയാളത്തിലെ ഏറ്റവും ചൈതന്യവത്തായ കാവ്യധാരയുടെ പ്രഭവസ്ഥാനം. മലയാളത്തിലെ വിശ്വവ്യാപകമായ മാനം ഉണ്ടാക്കി കൊടുത്ത കവിത. സംസാര നൗകയിൽ സഞ്ചരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകുന്ന, കാലപ്രവാഹത്തിൽ അടിതെറ്റി വീഴാതെ പാറക്കെട്ടിൽ ഉറച്ചു നിൽക്കുന്ന ദീപസ്തംഭം. തുഞ്ചൻ കണ്ട കിളിയെ കണ്ട മലയാളത്തിലെ ഒരേ കവി അത് കൈകൊടുത്താൽ പറഞ്ഞാണ്. ആത്മവിസ്മൃതികരമായ അതിഭാവനയും കവിത്വത്തിൻ്റെ അതിപ്രസരതയും കവിയെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി. വെന്തരിഞ്ഞ ഹൃദയത്തിൽ നിന്നും പ്രവഹിച്ച കവിതയുടെ തങ്കച്ചാറാണ് ഫലം. മലയാള കാവ്യലോകത്തിലെ ഫലപുഷ്കലമായ കൽപ്പകവൃക്ഷം, ആരെയും അനുകരിച്ചിട്ടില്ലാത്ത, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത സ്വതന്ത്ര കൽപ്പനകളുടെ ഓണച്ചന്ത, സുന്ദര ഭാവനകളുടെ മയൂരനൃത്തം. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വത്വം തിരിച്ചറിഞ്ഞ കവിയായിരുന്നു പി. ജീവിത സാക്ഷാത്കാരത്തിന് അദ്ദേഹത്തിൻ്റെ കവിതാമാർഗം തിരഞ്ഞെടുത്തു. ലക്ഷ്യം, തൻ ജീവിത ലക്ഷ്യമൊന്നേ സത്യസൗന്ദര്യത്തിന് സാക്ഷാത്കാരം. ആരാണ് കവിയെന്ന് അദ്ദേഹം സമയം വൈകുന്നു. ഇങ്ങനെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് സമയമില്ലാതെ പോവുകയാണ്. അച്ഛനൊരു മഹാത്മാവ് തന്നെയെന്നാണ് ഒന്ന്. കൂടാളി ലോഡ്ജിൽ ഞാൻ കഴിച്ചു കൂട്ടിയ ഒരു വർഷം എൻ്റെ ജീവിതത്തിലൊരു പ്രധാന സംഭവമായിരുന്നു. അത് എന്നും ഓർമ്മിക്കുവാനും അയവെക്കുവാനും നുണഞ്ഞ് മാറി നിന്നുകരുവാനുമുള്ള ഒരു മധുര കഥ തന്നെ. അച്ഛനും ഞാനും ഒരു ലോഡ്ജിൽ ഒരുമിച്ച് കഴിഞ്ഞ വർഷമായിരുന്നു അത്. അതങ്ങനെ പോകുന്നു. കിടക്കാണ് ഞാൻ ചൊല്ലുന്നത് കവിയുടെ സൗന്ദര്യ ദേവത എന്ന കവിതയാണ്. ഈ കവിതയ്ക്കുള്ള പ്രത്യേകത, 1953 കവിയോട് അന്നത്തെ മാതൃഭൂമി ആഴ്ചയുടെ പത്രാധിപതി ചോദിച്ചു, താങ്കൾ ഇതുവരെ ഈ 48 വയസ്സിന് എഴുതിയ ഏറ്റവും നല്ല കവിത ഏതാണ്? അദ്ദേഹം പറഞ്ഞത് അത് സൗന്ദര്യ ദേവത എന്ന കവിതയാണ് എന്നാണ്. അതിൽ എല്ലാമുണ്ട്. അതിൽ പട്ടാമ്പി പരിസരമുണ്ട്, എന്നെ ഞാനാക്കിയ പട്ടാമ്പി. അത്രമേൽ പ്രാണനായി നിന്നു നീ, യാത്ര പറയാതെ പോയില്ലേ. അത്രമേൽ പ്രാണനായി നിന്നു നീ, യാത്ര പറയാതെ പോയില്ലേ. വിണ്ണിൽ വെളിച്ചമെഴുതിയ ഏടുമോ കണ്ണിൽ ഒരു കുറി കൂടിയും. അത്രമേൽ പ്രാണനായി നിന്നു നീ, യാത്ര പറയാതെ പോയില്ലേ.
വികാസം പുണർന്നിടം മുമ്പ് പൊൻകുമ്പിൽ അമരർ കടന്നു കൈവെക്കലും എന്തിനോ തോപ്പിൽ പരിസരവായുവിൽ എൻ മനോഭ്രംഗമലയുന്നിരിപ്പോഴും എങ്ങും അറിഞ്ഞോ മഞ്ഞിന്റെ അർച്ചനയേൽക്കുവാൻ നിൽക്കാതെ വസന്തദേവിയാൾ എന്തിനു ശൂന്യതാവൃത്തം വരയ്ക്കുന്നു പൈങ്കിളിപ്പുൺ പൊഴിഞ്ഞുള്ളൊരു പഞ്ചരം പാവനമാമി ശരം നദീവിയിൽ പായ നിവർത്തിയ കൊച്ചുകേവഞ്ചിയിൽ പൂർണ്ണചന്ദ്രോദയ വേളയിൽ മന്മനം പൂർണ്ണമാകുന്നു സ്മരണതന്നുകൽപ്പിനാൽ കുഗ്രാമപർശം വലം വെക്കുമീ നദി പുണ്യയമുനയാരാധികയുള്ള നാൾ ആ മുളങ്കാടും വനവും മുരളികാഗാനവും തുളുമ്പുന്ന പുത്തുവൃന്ദാവനം മഞ്ഞണി ശ്യാമള ശൈലനിരകൾ തൻ മന്ത്രനിശബ്ദതപാകും ഈ സേവയിൽ നിശ്ചല നക്ഷത്ര ദീപിക എന്തിയ നിശബ്ദയാമിനി മന്ദമണയവേ ഉല്ലസന്ധ്യാസമീരൻ വിതറിയ മുല്ലമലരടി പൊല്ലുളിമെത്തയിൽ എത്ര നാൾ കാത്തു നിന്നീലവൾ പുഞ്ചിരിച്ചേടും മുകിലൊളി വർണ്ണനെ കുന്നണിപ്പൂവാം ചെറു ശിവക്ഷേത്രത്തിൽ നിന്നു നോക്കേടുകൾ കാണാകുമാ സ്ഥലം തൈത്തെങ്ങിനത്ര തുണകൂട്ടി വേനലിൻ തൈവാഴ പട്ടണി പണ്ടലും സ്ഥലം നേർത്ത വരമ്പ് വിരിവയൽ മാറിലരുമാളി തന്തലജേടുമാ സ്ഥലം സംഭൂതഭാവ സംഗീതം തുളുമ്പിച്ചു ബിംബിച്ചു ഭാവിനെലിമയൊക്കെയും ദിവ്യത ചുംബിച്ച കാമശാസ്ത്ര പഠിപ്പില്ലാത്ത നീലവികജ നേത്രങ്ങളിൽ തേനഴുമുൾ പൂവിതൾ പുഴുക്കുത്തുവേനല്ല നൂതന വിദ്യതൻ വേലയാൽ വിസ്തൃത സൗന്ദര്യപാഠം പഠിച്ചതോ വിശ്വപ്രകൃതിയാൾ തൻ കലാശാലയിൽ മുറ്റത്തു നിൽക്കും തുളസിത്തറയിലോ മുറ്റി തളച്ചതോ തൻ മനഃശുദ്ധികൾ മുട്ടിട്ടു തൻ മനഃസൗന്ദര്യമുട്ടവൾ നട്ടു വളർത്തിയ മുറ്റത്തെ മുല്ലയിൽ മുഗ്ധമാറിഞ്ഞതില്ലേതുമേ വിശ്വൈക ശില്പിതൻ ശാശ്വത വേലയാൽ നേത്രത്തിൽ മിന്നലിൻ സത്തു നിറഞ്ഞതും മാറത്ത് യൗവനം മുട്ടിട്ടു വന്നതും ചല്ലക്കിടാവിനായെന്തിനോ സ്വത്ത് സ്വകാര്യമായി നീക്കി വെച്ചുള്ളതും അന്നു വസന്തോത്സവാന്ത്യ ദിനത്തിൽ ആ കുന്നിൻ തെരുവിലെ ഊടുവഴിയിലായി ആ വസന്ത ചെറുകൂട്ടല്ലൊസിച്ചു മജ്ജീവനിൽ പൂന്തന്തുളിച്ചൊരു പെൺകുയിൽ പുണ്യാങ്കി നൽകിനാൾ ഊന്നുവടിയുമാ വൃദ്ധനാമച്ഛന്റെ കണ്ണീര് കാഴ്ചയും പൂർണ്ണഗ്രഹം സസ്യധാന്യ സമൃദ്ധിയാൽ പൈമ്പാൽ വിളത്തുന്ന പൈക്കളാലാലിയും സീമൽ കനക കതിർമാല ചൂടുമാതൻ അൽസമയത്തെ ഉൾത്തണ്ടുകൾ ഗ്രാമസൗന്ദര്യം വെളിപ്പെട്ടു നിന്നതാ ശ്യാമളഗാത്രിയാം കർഷകപാതയിൽ മുന്നിലായി പച്ച പിടിച്ചു കിടക്കുന്ന പഞ്ചയിലോളം തുളുമ്പുമളകളിൽ നർത്തന വിദ്യാവിരുതു പഠിച്ചതോ മുഖാങ്കനയിൽ നിന്നറിഞ്ഞു ഞാൻ പാടത്തു നിൽക്കുന്നത് ആരപ്പൊയ്കയിൽ പായൽ ഒരിക്കും കുരിവാർ കുഴലിലോ നൂനം നിഴലിച്ചു കണ്ടു ഞാൻ മൂകമാനന്ദ വർഷോദയത്തിൻ കുളിർമയെ വന്നണയുന്ന വിഷുവിനണിയുവാൻ കുന്ന മലർപ്പും കുലയറുത്തിയിടവേ ആ മധുരസ്മിത കുംഭത ചിഹ്നവേ പ്രേമ ഉറന്നു വരുന്ന നീർ നോക്കിനാൽ വെപ്പെട്ടു നിൽക്കുമെന്നെ കെട്ടു തന്നതാവുൽപ്പലം വാടിയിട്ടില്ല ഇന്നോളവും
അന്ത്യയാമത്തിൽ ആർദ്രോത്സവസ്നാന സൗന്ദര്യബന്ധുഗിരിയും കരവുമായി ശ്രീപാർവതി ക്ഷേത്രദുർപ്രസാരയും ശ്രീയൂർമുലക്രാന്ത നീലനയനവും ഏന്തിളം ചന്ദ്രലേഖയായി മഞ്ഞിൽ നീന്തി വരുന്ന വരവിന്നു ഓർപ്പ് ഞാൻ പൊന്നിൻ മലരണിക്കൂടയുമായിട്ട് പിന്നെയും വന്നെത്തി പൊന്നോണ നാളുകൾ നീലക്കിടക്കുന്നയേ വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞു നീലാംബരമും പിന്നെയും ഗ്രാമത്തിൽ വന്നെത്തി ഇന്നീ സുന്ദര തീരത്തിൽ ഓണനിലാവൊളി പുല്ലസൗന്ദര്യമേ നിൻ പാദസംഗമം പള്ളിക്കുടലിൽ പ്രതീക്ഷിച്ചു നിൽപ്പു ഞാൻ ഒന്നും കതിച്ചില്ല കൈകോർത്തിരുന്ന നാം എന്തോ പറയാനുടറിയിരുന്ന ഞാൻ േകാന്ത ജീവിത ദുഃഖം പകരുവാൻ ഭാഷയുണ്ടായിമേ എങ്കിലും ശബ്ദതരിത്തം ഉൾക്കൊള്ളുന്ന സുന്ദര സ്ഫാടിക പാത്രമുടഞ്ഞുപോയി അത്രമേൽ പ്രാണനും പ്രാണനായി നിന്നു നീ യാത്ര പറയാതെ പോയി. പിയുടെ മകനാണ് നമുക്ക് വേണ്ടി സൗന്ദര്യ ദേവത എന്ന കവിത ആലപിച്ചത്. കാഞ്ഞങ്ങാട്ടിൽ നിന്നാണ് എത്തിയത്. മലയാളത്തിൻ്റെ പര്യായമായി പിയുടെ പേര് മാറിയിരിക്കുന്നുവെന്ന് വെണ്ണിക്കുളം പോലെയുള്ള കവികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, തിരിച്ചു വരില്ല, പോയൊരാ പൊന്നോണക്കാലം, ഇങ്ങനെ നഷ്ടപ്പെട്ടുപോയ കാലത്തെക്കുറിച്ചും എഴുതിയ കവിയാണ്. ആ കവിതയുടെ വരികൾ തന്നെയാണ് അദ്ദേഹവും ഈ കവിതയിൽ പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ഉണ്ട്. സജുവിനോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എൻ്റെ ശിഷ്യനാണെങ്കിലും ഞങ്ങൾ ഒരേ ഫ്ലാറ്റിൽ 30 വർഷങ്ങളോളം താമസിച്ചാണെങ്കിലും മോൻ ഇത്ര ദൂരത്ത് പരിപാടി വിളിച്ചിട്ട് വന്നില്ലേ, അതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കോർത്തൂസിൽ 8ാം വയസ്സിൽ ആദ്യമായിട്ട് തൻ്റെ അച്ഛനെ കണ്ട, അതും ചായക്കടയിലെ പെട്ടിപ്പുറത്തിരുന്ന് അച്ഛനെ ആദ്യമായി കണ്ട ഒരു മകനെക്കുറിച്ച്, മകൻ എഴുതിയ കുറിപ്പിനെ കുറിച്ച് തോമസ് ജേക്കബ് മലയാള മനോരമയുടെ എഡിറ്റർ പറയുകയുണ്ടായി. ആ അച്ഛൻ EMS ആണ്. ഇപ്പോൾ 12ാം വയസ്സിൽ അത് EMS ഒളിവിൽ പോയ ഒരു കാലഘട്ടം, അതുകൊണ്ടൊക്കെയാണ് കാണാൻ പറ്റാതെ പോയത്. മറ്റൊരു സാഹചര്യത്തിൽ 12ാം വയസ്സിൽ അല്ലേ തൻ്റെ അച്ഛനെ ആദ്യമായി കണ്ട ഒരു അനുഭവ കുറിപ്പാണ്. 3ാമത്തെ പ്രസവത്തിന് കൂട്ടി വരാൻ തൊട്ട് പോയ ആളാണ്. പിന്നെ വരുന്നത് അമ്മ പ്രസവിച്ച് കുട്ടി മരിച്ച് ഞങ്ങളിങ്ങനെ അനാഥാരായിട്ട് ഇങ്ങനെ കഴിയായിരുന്നു. യാത്രയായിരുന്നല്ലോ, ജീവിതം മുഴുവൻ ഒരു മഹായാത്രയായിരുന്നു. വീട്ടിലൊന്നും കിട്ടാറേ ഇല്ല. അതുപോലെ തന്നെ ഒരു സത്രത്തിൽ കിടന്ന് മരിക്കുകയും അല്ലേ, തിരുവനന്തപുരത്ത് ഒരു സത്രത്തിൽ. മറ്റാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതകാലത്ത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച കവിതയാണ് വിജയമാന്യാലും. വളരെ അവഗണിക്കപ്പെട്ട ഒരു കവിയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ PS സ്മാരക ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും കൂടെയാണ്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞങ്ങൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.